ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും ഷാലു ഹിന്ദി മഞ്ചിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളൊരു കിടിലൻ ടിപ്പുമായിട്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലെറ്ററിനെ പറ്റിയാണ്. ഹിന്ദിയിൽ നിങ്ങൾ ലെറ്ററിനെ പറ്റി പഠിക്കുമ്പോൾ അതിൻ്റെ വേർഡ് പഠിച്ചിട്ടുണ്ടാവുക പത്ര എന്നായിരിക്കും. എന്നാൽ പത്ര മാത്രമല്ല കേട്ടോ, ചിട്ടി എന്നുകൂടി ഹിന്ദിയിൽ എന്തിനു പറയുന്നുണ്ട്, ലെറ്ററിന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ തന്നെ എല്ലാവരും എൻ്റെ പ്രിയ സ്റ്റുഡൻസ് അത് പഠിച്ചു വെക്കണം. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ 4 മാർക്കിനുള്ള ഒരു ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ടിപ്പ് എന്താണ്? നമ്മൾ ആദ്യം ചെയ്യുക, ആ പത്ര എന്നാണെങ്കിൽ പത്ര എന്ന് എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്യുക. എന്നിട്ട് എന്താണ് അതിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിയമിത്ര. പ്രിയമിത്ര എന്ന്, അതായത് പ്രിയമിത്ര കൂട്ടുകാരനാണെങ്കിൽ മാത്രം കേട്ടോ. ഇപ്പോൾ കേശവൻ കൂട്ടുകാരനാണ് കത്തയക്കുന്നതെങ്കിൽ എന്താണ് പ്രിയമിത്ര എന്നെഴുതാം. അല്ല കേശവൻ അമ്മയ്ക്കാണ് ലെറ്റർ എഴുതുന്നതെങ്കിൽ എന്തെഴുതണം? പ്രിയ മാം. അപ്പോൾ അവിടെ ആ മിത്ര എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മാ എന്നാക്കണം. ഇപ്പോൾ ഗലീലിയോ അച്ഛനാണ് എഴുതിയതെങ്കിലോ നമ്മൾ പ്രിയ ബാപ്പ് അല്ലെങ്കിൽ പിതാജി എന്ന് നമ്മൾ എഴുതിയിട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് അവിടെ ഫസ്റ്റ് ടിപ്പിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പിന്നെ നമ്മൾ എന്താണ്, ഒരു കത്ത് എഴുതുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ആദ്യം നമ്മൾ ചോദിക്കുന്നത് സുഖമാണോ, എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങൾ എന്നൊക്കെയാണല്ലോ. പിന്നീട് നമുക്കിതിൻ്റെ ഈ ലെറ്ററിൻ്റെ ലെങ്ത് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുഞ്ഞു കുഞ്ഞു വേർഡുകൾ വെച്ചിട്ട് അതിനെ ഒന്നും കൂടെ വലിച്ചു നീട്ടണം. അപ്പോൾ അതിനുള്ള വേർഡുകളാണ് ഞാൻ, കുഞ്ഞു കുഞ്ഞു നല്ല സിമ്പിളായിട്ടുള്ള വേർഡുകളാണ് നിങ്ങൾക്ക് ഇതിൽ തന്നിട്ടുള്ളത്. തും കൈസേ ഹോ, ठीक है ना, मैं यहाँ ठीक है, माँ बाप की तबीयत कैसे है, സബ്സെ മേരാ കുശൽ ബത്താന. ഇതൊക്കെ ഇങ്ങനെ ഞാൻ എന്താണ്, നിങ്ങൾ ആ ലെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അതിൽ കുറച്ച് വാക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ടാവും, വളരെ സിമ്പിളായിട്ടുള്ള വാക്കുകൾ. ഇത് എല്ലാവർക്കും ഏത് പേഴ്സണൽ ലെറ്റർ വന്നാലും അതിൽ ചേർക്കാൻ പറ്റുന്ന, ഏത് ലെറ്ററിലും എഴുതാൻ പറ്റുന്ന വാക്കുകളാണ് ഞാൻ ഈ കൊടുത്തിട്ടുള്ളത്. നമുക്ക് പേഴ്സണൽ ലെറ്ററാണ് എഴുതാനുള്ളത്. അപ്പോൾ അത് നന്നായി ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ അതിൻ്റെ താഴെ കൊടുത്തത് എന്താണ്, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഉള്ളിൽ അത് എന്താണോ മെൻഷൻ ചെയ്തത്, ആ മെൻഷൻ ചെയ്തതിനനുസരിച്ച് ഞാൻ ആ മലയാളത്തിൽ എഴുതിയ ഭാഗത്ത് ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. ഇപ്പോൾ കേശവ് അമ്മയ്ക്ക് എഴുതിയതാണെങ്കിലോ, ഹർമൻ അമ്മയ്ക്ക് എഴുതിയതാണെങ്കിലോ, ഹർമൻ ബായിക്ക് എഴുതിയതാണെങ്കിലോ, ഇതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ പ്രിയ എന്നുള്ളിടത്ത് മാറ്റുക. താഴെ നേരെ വന്നിട്ട് അതിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ആർക്കാണെന്ന് കരുതിയിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളെന്താണ് ഉള്ളിൽ കുറച്ച് എഴുതി നിറയ്ക്കുക. മനസ്സിലായ രീതിയിൽ എഴുതി നിറച്ചതിന് ശേഷം താഴോട്ട് വന്ന് റൈറ്റ് സൈഡിൽ എന്താണ് മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് എന്ന് നമ്മൾ പറയാറില്ലേ. അപ്പോൾ അതിൽ ജവാബ് കി പ്രതീക്ഷാമേം എന്നെഴുതുക. നിങ്ങൾക്ക് പ്രതീക്ഷ എന്നുള്ളിടത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇന്തസാർ എന്നെഴുതാം, അതും വേണമെങ്കിൽ എഴുതാം. എന്നിട്ട് മിത്ര ആണെങ്കിൽ തുമാര മിത്ര, മിത്ര അല്ലെങ്കിൽ തുമാര, മകനാണെങ്കിൽ എന്താണ് തുമാര ബേട്ട, അല്ലെങ്കിൽ അവിടെ വേറെ ആരെങ്കിലും ആണ് എഴുതുന്നതെങ്കിൽ ആ തുമാരേൻ്റെ അടുത്ത് എന്ത് മാറ്റണം, മിത്ര എന്നുള്ളത് മാറ്റിയിട്ട് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തത് അവിടെ കൃത്യമായിട്ട് എഴുതി വയ്ക്കുക. അപ്പോൾ പിന്നീട് നമ്മൾ എന്താണ് ലെഫ്റ്റ് സൈഡിലേക്ക് വരണമല്ലോ. ലെഫ്റ്റ് സൈഡിൽ എന്താണ് നമ്മൾ എഴുതേണ്ടത്, ഒരു ലെറ്ററിന് എന്തുണ്ടായിരിക്കും, ടു വേണ്ടേ, അപ്പം നമുക്ക് അഡ്രസ്സ് വേണ്ടേ. അപ്പം നമ്മൾ റൈറ്റ് സൈഡിൽ എന്താ താഴെയായിട്ട് മെൻഷൻ ചെയ്ത് വയ്ക്കുക, സേവാമേ എന്ന് പറഞ്ഞാൽ ടു, പഥ എന്ന് പറഞ്ഞാൽ അഡ്രസ്സ്. ഇത്രയും എഴുതി നമ്മൾ എഴുതിയോടത്ത് എന്തെങ്കിലും അക്ഷരത്തെറ്റ് വന്നിട്ടുണ്ടോ എന്ന് നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം നമ്മൾ എന്താക്കണം, മനോഹരമായൊരു ബോക്സിൽ ആ ലെറ്ററിനെ വൃത്തിയായിട്ടൊരു ബോക്സിൽ എഴുതി കഴിഞ്ഞതിന് ശേഷം ഭംഗിയായിട്ട് പെൻസിൽ ഉപയോഗിച്ച് മാത്രം നിങ്ങൾ വരയ്ക്കുക. പേന ഇട്ട് വരച്ചിട്ട് അത് തെറ്റിയിട്ട് അത് കുത്തി വരയൊന്നും ചെയ്യരുത്. അതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഏത് ലെറ്റർ ആവട്ടെ, ഡയറി ആവട്ടെ, എന്ത് എഴുതുമ്പോഴും നിങ്ങൾ വൃത്തിയോടെ എഴുതുക. എന്ന് ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലതുപോലെ പെൻസിൽ ഉപയോഗിച്ച് വൃത്തിയായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും നല്ലൊരു വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ശാലിനി സുജിത്. സീ യു.